نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ, കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സ്വർഗപ്രവേശനത്തിന് അനുമതി ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രായമായി കഴിഞ്ഞാൽ എനിക്ക് ഷുഗർ ഉണ്ടാകണം, കൊളസ്ട്രോൾ ഉണ്ടാകണം, പ്രഷർ ഉണ്ടാകണം, മാരകമായ അസുഖങ്ങൾ ഉണ്ടാകണം എന്ന് നമ്മൾ ആരെങ്കിലും ആഗ്രഹിക്കാറുണ്ടോ? ഇല്ല. പക്ഷെ പ്രായമായി കഴിഞ്ഞാൽ പ്രഷർ ഉണ്ടാവുക, ഷുഗർ ഉണ്ടാവുക, കൊളസ്ട്രോൾ ഉണ്ടാവുക എന്നുള്ളത് അത് സാധ്യതയുള്ള ഒരു കാര്യമാണ്. ജീവിതത്തിൽ നമുക്ക് സംഭവിക്കരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചേക്കാം എന്ന് വിചാരിക്കലാണ് മനസ്സിന് അത് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു അമിതമായ സങ്കടമില്ലാതിരിക്കാൻ നല്ലത്. ലോകത്ത് എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു, ആർക്കൊക്കെ എന്തൊക്കെ അപകടങ്ങൾ സംഭവിക്കുന്നു, അതൊക്കെ എനിക്കും സംഭവിച്ചേക്കാം എന്ന് വിചാരിക്കുകയാണ് നല്ലത്. താമരശ്ശേരിയിൽ ഒരു 10ാം ക്ലാസ്സുകാരൻ കൊല ചെയ്യപ്പെട്ടു. നമ്മുടെ നാട്ടിലും അതുണ്ടാകാം, അങ്ങനെയാണ് വിചാരിക്കുന്നത്. ഏതോ ഒരു നാട്ടിൽ ലഹരി ഉപയോഗം വ്യാപകമാണ്, എൻ്റെ നാട്ടിലും അതുണ്ടാകാം. ഏതോ ഒരു കുട്ടി അന്യമതത്തിൽപ്പെട്ട ഒരാളെ പ്രണയിച്ച് അവനോടൊപ്പം പോയി, എൻ്റെ വീട്ടിലും അത് സംഭവിച്ചേക്കാം. പലർക്കും ഉണ്ടാകുന്ന രോഗങ്ങൾ അത് എനിക്കും ഉണ്ടായേക്കാം. വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഉണ്ടാകാം എന്ന് വിചാരിക്കലാണ് ശരിക്കും നല്ലത്. പക്ഷെ അതിനർത്ഥം യൂട്യൂബിൽ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളെപ്പറ്റി ഏതെങ്കിലും ആരോഗ്യ വിദഗ്ധർ ഇന്ന ലക്ഷണം നിങ്ങൾക്കുണ്ടോ എങ്കിൽ ഇന്ന അസുഖമാണ് എന്ന് ക്ലാസ് എടുക്കുമ്പോഴേക്ക് ആ അസുഖം എനിക്കുണ്ടോ എന്ന് തപ്പി നോക്കേണ്ട അവസ്ഥ അത് വേണ്ട. അങ്ങനെ ടെൻഷൻ ആവണം എന്നല്ല. അള്ളാഹു വിധിച്ചതെന്തോ അത് നമുക്ക് സംഭവിക്കും. പക്ഷേ എൻ്റെ കുടുംബത്തിൽ അതുണ്ടാവില്ല, എനിക്കങ്ങനെ ഉണ്ടാവില്ല, ഞാൻ പ്രായമായാൽ അത് എൻ്റെ ഊരവേദന ഉണ്ടാവില്ല, കാലുവേദന ഉണ്ടാവില്ല, അങ്ങനെയൊന്നും വിചാരിക്കുന്നതിൽ അർത്ഥമല്ല. മറ്റുള്ളവർക്കൊക്കെ സംഭവിക്കുന്നത് എനിക്കും സംഭവിക്കാം, മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എൻ്റെ ജീവിതത്തിലും ഉണ്ടാകാം എന്ന് വിചാരിക്കലാണ് നമ്മുടെ മാനസികമായ പ്രയാസങ്ങൾക്ക് ഉള്ള ഒരു പ്രധാന പരിഹാരം. നോക്കൂ, നമ്മുടെ നാട്ടിൽ വിദ്യാർത്ഥികൾക്കിടയിൽ പലതരത്തിലുള്ള അഡിക്ഷനുകൾ നമ്മൾ കാണുകയാണ്. നമ്മുടെ കുട്ടികളിലും അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാം, സാധ്യതയുണ്ട്. ലഹരിക്കടിമപ്പെട്ടു പോവുകയാണ് കുട്ടികൾ. എന്താണ് ലഹരിക്കടിമപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം? പല കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, കുട്ടികൾക്ക് മാനസിക സമ്മർദ്ദമുണ്ട് എന്നാണ്. വളരെ ചെറിയ കുട്ടികളുടെ കാര്യമല്ല, മുതിർന്ന കുട്ടികൾ. അവർ തെരഞ്ഞെടുത്ത കോഴ്സ് കാരണത്താൽ, അവരുടെ പഠനഭാരം കാരണത്താൽ, അല്ലെങ്കിൽ കൂട്ടുകാർക്കിടയിൽ നിന്നുള്ള ചില പരിഹാസങ്ങൾ കാരണത്താൽ, കുടുംബത്തിൽ നിന്നുള്ള അവഗണന കാരണത്താൽ ഇങ്ങനെ മാനസികമായി സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നതാണ്. സിനിമകളിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ, വ്ളോഗർമാരിലൂടെ, ഇൻഫ്ലുവൻസറിലൂടെ ഇങ്ങനെ ലഹരിക്ക് പ്രൊമോഷൻ കിട്ടുന്ന പലതും അവർ കാണുന്നുണ്ട്. കുട്ടികൾ മാതൃകകളാക്കുന്നത് ഇത്തരം വ്യക്തികളെയാണ്. നോക്കൂ, ചില നടീനടന്മാർ ലഹരി ഉപയോഗത്തിന്റെ പേരിൽ അറസ്റ്റിലാകുന്ന വാർത്തകൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വായിച്ചു.
ചില സംഗീതത്തിന് വലിയ പ്രാധാന്യം കൊടുത്ത് അതിന്റെ വേദികളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന പ്രശസ്തരായ ചില വ്യക്തികൾ ലഹരിയുടെ പേരിൽ അറസ്റ്റിലായ വാർത്തകളിൽ നമ്മൾ വായിച്ചു. അതിലെ സവർണ മേധാവിത്വത്തിന്റെ താല്പര്യങ്ങൾ, അതിനെതിരെ പ്രതികരിച്ച ആളുകളെ ഒതുക്കാനുള്ള തന്ത്രങ്ങൾ, അതൊക്കെ ചർച്ചകളുണ്ട്. ആ ചർച്ചകൾ എന്താണെങ്കിലും അതിനെ നമ്മൾ നിഷേധിക്കുന്നില്ല. പക്ഷേ ലഹരി ഉപയോഗത്തിൽ കുട്ടികൾ മാതൃകകളാക്കുന്ന വ്യക്തികളൊക്കെ മുന്നിൽ നിൽക്കുന്നു എന്നതാണ്. മൂന്നാമത്തെ കാര്യം, ഇത് വലിയ ഒരു ലോബിയാണ്. ഈ ലോബി ഇത് എങ്ങനെയെങ്കിലുമൊക്കെ കുട്ടികളിലേക്ക് കടത്തിക്കൂട്ടാനുള്ള ശക്തമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഞാൻ ലഹരിക്ക് അടിമപ്പെടാനുള്ള സാധ്യതയുള്ള ഒരു ഭാഗത്താണ് നിൽക്കുന്നത് എന്നൊരു ബോധ്യം നമുക്കുണ്ടാവണം. എൻ്റെ നാട്ടിൽ അതുണ്ടോ, എന്നാൽ ഞാനും അത് ഉപയോഗിക്കുന്ന ആളാകാൻ സാധ്യതയുണ്ട്. അതിൻ്റെ കച്ചവടക്കാർ നാട്ടിലുള്ളവരുടെ പേരുകൾ നമുക്കറിയോ? നമ്മുടെ പരിചയത്തിലുള്ള ആളുകൾ ഉപയോഗിക്കുന്നുണ്ടോ? നമ്മൾ നിരന്തരമായി ഇടപഴകുന്ന ആളുകൾക്ക് അതിന്റെ സ്വാധീനമുണ്ടോ? എങ്കിൽ അത് നമ്മളിലേക്ക് പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ സാഹചര്യങ്ങളെ നമ്മൾ കരുതിയിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവമായി നമ്മളോട് പറഞ്ഞത്, ലഹരി ഉപയോഗിക്കുന്ന, മദ്യം വിളമ്പുന്ന സദസ്സുകളിൽ നമ്മൾ ഇരിക്കരുത് എന്നാണ്. എന്താ അതിന്റെ അർത്ഥം? അതിന്റെ സർവ്വ സാഹചര്യങ്ങളും ഉപേക്ഷിക്കണം എന്നാണ്. മക്കയിൽ ജീവിച്ചിരുന്ന കാലത്ത് മദ്യം നിഷിദ്ധമാക്കിയിരുന്നില്ല. ഫഹൽ അൻതും മുൻതഹൂൻ എന്ന വിശുദ്ധ ഖുർആനിന്റെ വചനം അവതരിച്ചപ്പോഴാണ് മദ്യം നിഷിദ്ധമായത്. അതുവരെ അവര് അതിന്റെ അളവ് കുറച്ചു കൊണ്ടുവന്ന് നിസ്കാര സമയത്ത് ഉപയോഗിക്കാതെ, അങ്ങനെയാണ് അതിന്റെ നിയമം വന്നിട്ടുള്ളത്. അവര് അത് കുറച്ചു കൊണ്ടുവന്നിരുന്നു. പക്ഷെ സമ്പൂർണമായ മദ്യനിരോധനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പിലാക്കിയപ്പോൾ അവർക്കത് പരിപൂർണമായി ഒഴിവാക്കാൻ സാധിച്ചു. എന്താണ് അവർക്കത് ഒഴിവാക്കാൻ സാധിക്കാനുള്ള മുഖ്യ കാരണം? എന്റെ റബ്ബിനോട് എനിക്ക് വല്ലാത്ത ഇഷ്ടമുണ്ട് എന്ന വിചാരമായിരുന്നു. എന്റെ റബ്ബ് എന്നെ സദാസമയം വീക്ഷിക്കുന്നവനാണ് എന്ന ബോധ്യമായിരുന്നു. ഞാൻ എന്റെ റബ്ബിന്റെ അടിമയാണ്. എന്റെ ഇഷ്ടത്തിനനുസരിച്ചല്ല ഞാൻ ജീവിക്കേണ്ടത്, എന്റെ റബ്ബിന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഞാൻ ജീവിക്കേണ്ടത് എന്ന തിരിച്ചറിവായിരുന്നു. അതാണ് മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞതും, മദ്യപിക്കരുതെന്നും വ്യഭിചരിക്കരുതെന്നുമാണ് ഞങ്ങളുടെ സമൂഹത്തോട് മുഹമ്മദ് നബി വന്ന് പറഞ്ഞതെങ്കിൽ ഞങ്ങളത് അംഗീകരിക്കില്ലായിരുന്നു. പക്ഷേ എന്റെ സമൂഹം അത് അംഗീകരിക്കാൻ കാരണം ആദ്യമായി ഞങ്ങൾക്ക് തൗഹീദ് പഠിപ്പിച്ചു എന്ന്, അള്ളാഹുവിനെ കുറിച്ച് ബോധവൽക്കരണം നടത്തി. അപ്പൊ എന്റെ റബ്ബിനോട് എനിക്ക് അനിഷ്ടം ചെയ്യാൻ പറ്റൂലല്ലോ എന്ന തോന്നലിൽ നിന്നാണ് ഇത് ഉപേക്ഷിക്കാൻ സാധിക്കുന്നത്. നോക്കൂ, വ്യാപകമായ ഒരു ലഹരിയുടെ മാർക്കറ്റ്, അതിന്റെ ചെങ്ങലകൾ, അതിനുള്ള ആളുകളെ അതിന് അഡിക്റ്റാക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കച്ചവടക്കാർ മാത്രമല്ല, ആശയങ്ങൾ പകർന്നു കൊടുത്തുകൊണ്ട് അതിലേക്ക് ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളുണ്ട്. ജീവിതം ഒന്നാണുള്ളത്, അത് പരമാവധി ആസ്വദിക്കണം എന്നാണ്. ഒരു ജീവിതമുള്ളൂ അല്ല, ഒരു ജീവിതം അല്ല ഉള്ളത്, ജീവിതം രണ്ടുണ്ട്. ഈ ജീവിതം മരണത്തോടുകൂടി അവസാനിക്കുന്നില്ല, മരണത്തോടുകൂടി പുതിയൊരു ജീവിതം തുടങ്ങുകയാണ്. അല്ലേ? ആഖിറം എന്നൊന്നുണ്ട്, ബർസഖ് എന്നൊന്നുണ്ട്. അത് സത്യമാണ്, സത്യമായും സംഭവിക്കും. ഇന്ന സാഅത ആതിയത്തുൻ അകാദു ഉഖ്ഫീഹാ ലിതുജ്സാ കുല്ലു നഫ്സിൻ ബിമാ തസ്ആ. ഓരോരുത്തരും പ്രവർത്തിച്ചതിന് പ്രതിഫലം നൽകാനായി അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാൾ എന്നാണ് എന്നത് അത് മറച്ചു വച്ചിരിക്കുകയാണ്. അന്ത്യനാൾ എന്നാ അറിയില്ല, അല്ലാഹ് മറച്ചു വെച്ചതാ. നമ്മുടെ ഓരോരുത്തരുടെയും അന്ത്യനാൾ എന്നാ അറിയില്ല, അതും അല്ലാഹ് മറച്ചു വെച്ചതാ. എന്തിനാ അല്ലാഹ് മറച്ചു വെച്ചത്? നാളെ പരലോകത്ത് ഈ ദുനിയാവിൽ ചെയ്ത പ്രവർത്തനങ്ങൾക്കനുസൃതമായി നന്മയും തിന്മയും നമുക്ക് നൽകാൻ. ഈ ദുനിയാവിൽ വെച്ച് മദ്യം ഉപയോഗിച്ചോ, ലഹരി ഉപയോഗിച്ചോ എങ്കിൽ നാളെ നരകത്തിൽ നിനക്ക് റഗ്ദത്തുൽ ഖബാലും തീനത്തുൽ ഖബാലും ഉണ്ട്. അതെന്താ? അത് ഇർഖു അഹ്ലിന്നാർ, റിസാറത്തു അഹ്ലിന്നാർ. അത് നരകക്കാരുടെ ശരീരത്തിൽ ചൂടുതട്ടി അതിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന രക്തവും ചെലവുമാണ്, ചൂടുള്ള രക്തവും ചെലവുമാണ് കുടിക്കാൻ തരിക. അത് കുടിക്കും. നരകത്തിൽ നിന്നിട്ടേ കുടിച്ചോ എന്ന് പറഞ്ഞു തരും, അത് കുടിപ്പിക്കും. ഇവിടുന്ന് എന്താ കിട്ടിയത്? ഇവിടുന്ന് ലഹരി ഉപയോഗിച്ചപ്പോ ഒരു 24 മണിക്കൂർ നേരത്തെ ഒരു സുഖം. ആ 24 മണിക്കൂർ കഴിഞ്ഞാൽ എന്താ?
24 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ ടെൻഷൻ അല്ലേ? അടുത്ത ഒരു ലഹരി കിട്ടാനുള്ള അതിനേക്കുള്ള ആഗ്രഹം, അത് കിട്ടാതിരിക്കുമ്പോഴുള്ള വിഡ്രോവൽ സിൻഡ്രം, മാനസിക സമ്മർദ്ദം, അതേ ഉള്ളൂ. നോക്കൂ, ആദ്യമായി ഞാനിത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഞാൻ ആത്മഹത്യയിലേക്ക് പോകേണ്ടി വരും എന്ന തോന്നലുള്ള ഒരാൾ ഇത് ഉപയോഗിക്കുമോ? ലഹരി ഉപയോഗിക്കുന്ന ആൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും. സത്യമാണത്. അത് വെറുതെ പറയണതല്ല. ലഹരിയുടെ അംശം ശരീരത്തിൽ കടന്നു, അതിന്റെ ആ ഒരു രക്തത്തിൽ കലർന്ന അതിന്റെ അംശങ്ങൾ അത് അവസാനിച്ചു കഴിയുമ്പോഴേക്ക് അടുത്തത് കിട്ടാത്തതിന്റെ പ്രയാസങ്ങൾ തുടങ്ങും, വിഡ്രോവൽ സിൻഡ്രോം തുടങ്ങും. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ പാശ്ചാത്യ നാടുകളിൽ ആത്മഹത്യ കൂടുന്നതിന്റെ കാരണം ഞായറാഴ്ച ദിവസം ലഹരി ഉപയോഗിച്ച് ഒരു തിങ്കളാഴ്ച ദിവസം മുഴുവൻ അത് കിട്ടാത്തതിന്റെ അസ്വസ്ഥത കാണിച്ച് ചൊവ്വാഴ്ച ദിവസം പരിഹാരം മറ്റൊന്നും ഇല്ലാതാകുമ്പോൾ ആത്മഹത്യയിലേക്ക് പോവുകയാണെന്ന്. അത് കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. സൂയിസൈഡ് ട്യൂസ്ഡേ എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ അതിനെക്കുറിച്ച് നമുക്ക് വായിക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഇതിലേക്ക് നടന്നെടുത്താൽ എന്നെ മരണത്തിലേക്ക് നയിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ഞാൻ ഏത് ക്യാമ്പസിൽ പഠിക്കുന്നവനാണെങ്കിലും, ഞാൻ എത്ര നല്ല ജോലി ചെയ്യുന്നവനാണെങ്കിലും, എന്റെ സാഹചര്യങ്ങൾ ലഹരി ഉപയോഗിക്കാൻ എത്ര അനുകൂലമാണെങ്കിലും എന്റെ കൈകൊണ്ട് ഞാനത് തൊടൂല. എന്തേ കാരണം? എന്റെ റബ്ബ് എനിക്കത് നിഷിദ്ധമാക്കിയിട്ടുണ്ട്. കുല്ലു മുസ്കുരിൻ ഖംർ വകുല്ലു ഖംറിൻ ഹറാം. എല്ലാ ലഹരി ഉണ്ടാക്കുന്നതും മദ്യമാണ്, മദ്യം നിഷിദ്ധമാണ്. അത് കുറച്ചാണെങ്കിലോ മാ അസ്കറ കസീറുഹു ഫഖലീലുഹു ഹറാം. അത് കുറച്ച് കൂടുതൽ കഴിച്ചാൽ ലഹരി ഉണ്ടാക്കുന്നതാണോ എങ്കിൽ അത് കുറച്ചുപയോഗിച്ചാലും ലഹരിയാണ്. അതുകൊണ്ട് ഗുണങ്ങൾ പലതുമുണ്ട് എന്ന് പറയും. എന്റെ പഠനത്തിലൊരു ശ്രദ്ധ കിട്ടാനാണ്, കോൺസെൻട്രേഷൻ കിട്ടാനാണ്, എനിക്ക് കുറച്ചും കൂടി ഊർജത്തോടുകൂടി പ്രവർത്തിക്കാനാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൂട്ടുകാർ സമ്മർദ്ദം ചെലുത്തുക. ആ സമ്മർദ്ദത്തിൽ നമ്മൾ വീണു പോകാൻ പാടില്ല. കാരണം ഇത് കുറച്ചുപയോഗിച്ച് അളവ് കൂട്ടി ഞാൻ തന്നെ സ്വയം നശിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് എത്തും. കൂട്ടുകാരുടെ സമ്മർദ്ദമാണ് മറ്റൊരു കാര്യം. ഒപ്പമുള്ള ആളുകൾ, സഹപ്രവർത്തകരായ ആളുകൾ, കൂടെ പഠിക്കുന്ന ആളുകൾ സമ്മർദ്ദം ചെലുത്തും. ആ സമ്മർദ്ദത്തിന് വശംവദരാകാൻ പാടില്ല. ഒന്നുപയോഗിച്ചു നോക്കൂ. ഒരു സിപ്പ്, ഒരു പഫ് സ്വീകരിക്കാൻ പാടില്ല നമ്മളത്. അത്തരം കൂട്ടുകാരെ നമ്മൾ അവോയ്ഡ് ചെയ്യണം. അവരോടൊപ്പം യാത്ര പോകുമ്പോൾ കാറിന്റെ ബാക്കിൽ അവർ മദ്യക്കുപ്പി വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോടൊപ്പം ഞാൻ യാത്രക്കില്ല എന്ന് പറയണം. അവർ കയറുന്നത് ബാർ ഹോട്ടലുകളിലാണെങ്കിൽ നിങ്ങളോടൊപ്പം ഞാൻ യാത്ര പോരുന്നില്ല എന്ന് പറയണം. അല്ലേ? അതാ നമ്മൾ വേണ്ടത്. ആ കൂട്ടുകെട്ട് നമ്മൾ അവസാനിപ്പിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തിൽ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഫൽയൻദുർ അഹദുക്കും മൻ യുഖാലിൽ. ആരുമായിട്ടാണ് നിങ്ങൾ കൂട്ടുകൂടുന്നത് എന്ന് ഗൗരവത്തിൽ നോക്കണം എന്ന് പറഞ്ഞു. നോക്കൂ, ദുനിയാവിൽ വെച്ച് ഞാൻ ഇത് ഒഴിവാക്കിയാൽ എനിക്ക് ദുനിയാവിൽ എനിക്ക് ഗുണമുണ്ട്. ലഹരി എന്ന് പറഞ്ഞാൽ ഈ ഉപയോഗിക്കുന്ന ഈ സിന്തറ്റിക് ലഹരികളും മദ്യവും അതുപോലെ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന വിവിധ മയക്കുമരുന്നുകളും മാത്രമല്ല, അള്ളാഹു നിഷിദ്ധമാക്കിയ പല കാര്യങ്ങളിലും നമുക്ക് ലഹരിയിൽ അകപ്പെടാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും ഒരു സ്ത്രീയുമായി, ഏതെങ്കിലും ഒരു പുരുഷനുമായി നമുക്ക് അവിഹിതമായ ബന്ധങ്ങളുണ്ടെങ്കിൽ, ഫോണിൽ ചാറ്റിങ്ങുകളുണ്ടെങ്കിൽ, ഫോണിൽ സംസാരങ്ങളുണ്ടെങ്കിൽ, കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പരസ്പരം ഒരുമിച്ച് സംഗമിക്കുന്നുണ്ടെങ്കിൽ സ്വകാര്യതയിൽ, ലഹരിയാണത്, അഡിക്ഷനാണത്. മൊബൈൽ ഫോണിന്റെ ഉപയോഗം അത് നമുക്ക് എടുത്തുവെക്കാൻ കഴിയാത്ത വിധം നമ്മൾ ഒരു സമയത്ത് എടുത്തു വെച്ചു, ഫോൺ ബെല്ലടിക്കുന്നുണ്ട് എന്ന് പലതവണ തോന്നുന്നു, മെസ്സേജ് വരുന്നുണ്ടെന്ന് തോന്നുന്നു, വരാത്തപ്പോഴും അഡിക്ഷനാണ്. കുറച്ചു നേരം നിസ്കാരത്തിൽ ശാന്തമായിരുന്ന് നിസ്കരിച്ചു കഴിഞ്ഞതിന് ശേഷം ദിക്റുകൾ ചൊല്ലാൻ സമയം നമുക്ക് കിട്ടാത്ത വിധം നമുക്ക് വീണ്ടും അതെടുത്ത് മെസ്സേജ് വന്നിട്ടുണ്ടോ നോക്കുന്നുണ്ടോ. അഡിക്ഷനാണത്. അഡിക്ഷനുകളിൽ നിന്ന് നമുക്ക് മോചനം കിട്ടണം. നമ്മളെ നന്മയിലേക്ക് സ്ഥിരമായി നയിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരെയാണ് നമുക്ക് വേണ്ടത്. നന്മയിലേക്ക് നമുക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരെ കിട്ടണമെങ്കിൽ നല്ല കൂട്ടുകാരെ നമ്മൾ സെലക്ട് ചെയ്യണം. വിസ്ഡം സ്റ്റുഡൻസ്, വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള കൂട്ടായ്മ. ആ കൂട്ടായ്മയിൽ ഓരോ മക്കളും അംഗങ്ങളാകണം. എന്തിനാണത്? വിസ്ഡം സ്റ്റുഡൻസിന്റെ ഒരു പ്രവർത്തകനും നിങ്ങളോട് ഒരിക്കലും ഒരു പഫ്, ഒരു സിപ്പ് പറയൂല.
പറയൂല. നോക്ക്, അങ്ങോട്ട് നോക്ക്, അവിടെ നല്ലൊരു ചരക്കുണ്ട്, പറയില്ല. വിസ്ഡം സ്റ്റുഡൻസിന്റെ ഒരു പ്രവർത്തകൻ നിങ്ങളോട് പറയില്ല, നിങ്ങളോട് നന്മയിലേക്ക് മാത്രം ക്ഷണിക്കും. നിസ്കാരത്തിന് ബാങ്ക് കൊടുത്തു പോകുക എന്നാണ് അവന് പറയാ. നാളെ CRE ക്ലാസ് ഉണ്ട്, നീ വരുന്നില്ലേ എന്നാണ് ചോദിക്കുക. അടുത്തയാഴ്ചയിൽ സമ്മേളനമുണ്ട് പെരിന്തൽമണ്ണയിൽ 11-ാം തീയതി, നിന്നെ രജിസ്റ്റർ ചെയ്യട്ടെ എന്നാണ് ചോദിക്കുക. നോക്കൂ, നിന്റെ വസ്ത്രധാരണം അല്പം മോശമായി കൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അതൊന്ന് നന്നാക്കണ്ടേ എന്നാണ് ചോദിക്കുക. നോക്ക്, ചില ഞാൻ അന്ന് അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നെ കണ്ടു, ആ സാഹചര്യം അത്ര നല്ലതായി എനിക്ക് തോന്നിയില്ല, അവരോടൊക്കെ കൂട്ടുകൂടുന്നത് നിനക്ക് ഗുണമല്ല എന്നാണ് പറയാ. നന്മയിലേക്ക് നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരെയാണ് നമുക്ക് വേണ്ടത്, അല്ലെ? പള്ളിയുമായി സ്ഥിരമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന യുവാക്കൾ നമ്മുടെ കൂട്ടുകാരാകണം. നമ്മളെ നന്മയിലേക്ക് എപ്പോഴും ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന, മഗ്രിബ് നിസ്കാരം കഴിഞ്ഞു എന്നാ പിന്നെ നമ്മൾ കുറച്ചു നേരം മറ്റുള്ളവരുടെ ഇറച്ചി തിന്ന എന്ന് പറയുന്ന കൂട്ടുകാരല്ല. സുബഹി നിസ്കാരം കഴിഞ്ഞു എന്നാ പിന്നെ അങ്ങാടിയിൽ പോയി കുറച്ചു നേരം ചായ കുടിച്ച് ബാക്കിയുള്ളവരെ പറ്റി കുറ്റം പറയാ എന്ന തീരുമാനം എടുക്കുന്ന കൂട്ടുകാരല്ല നമുക്ക് വേണ്ടത്. നന്മയിലേക്ക് എപ്പോഴും നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരെയാണ് നമുക്ക് വേണ്ടത്. പ്രിയമുള്ളവരെ, ലഹരി ഉപയോഗം അത് വ്യാപകമാകുന്നതിന്റെ പിന്നിൽ പുതിയ കാലത്തിന്റെ ചില ചിന്താഗതികൾ വളരെ പ്രധാനമായ പങ്ക് വഹിക്കുന്നുണ്ട്. ജീവിതം ഒന്നേ ഉള്ളൂ എന്ന ചിന്ത ഞാൻ പറഞ്ഞു, അതൊരു സുപ്രധാനമായ കാരണമാണ്. ഒരു ജീവിതമല്ലേ ഉള്ളൂ, പിന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ എനിക്കെന്താ? ഇതുകൊണ്ട് മാനസിക പ്രശ്നം ഉണ്ടാവുന്നുണ്ട്, ഇതുകൊണ്ട് തലച്ചോറിന് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. തലച്ചോറിന് പിന്നെ ഒരേ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവുകൾ നഷ്ടപ്പെടുന്നുണ്ട്. നിരന്തരമായി ഹോർമോണുകൾ വ്യതിയാനങ്ങൾ സംഭവിച്ച് തലച്ചോറ് നശിച്ചു പോകുന്നുണ്ട്. ശാരീരിക മാനസിക പ്രശ്നങ്ങളെക്കുറിച്ച് ഡോക്ടർമാരെല്ലാവരും ക്ലാസ് എടുത്ത് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഉണ്ടെങ്കിലും എന്താ, ഒരു ജീവിതമല്ലേ ഉള്ളൂ, ആസ്വദിച്ച് ജീവിക്കണം എന്ന് വിചാരിക്കുന്നയാൾക്ക് അതിൽ നിന്ന് ഒഴിവാകാൻ സാധിക്കാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗീയാനുഭൂതികളെ കുറിച്ച് നമുക്ക് നല്ല ബോധ്യം ഉണ്ടാവണം. അല്ലാഹു അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് സ്വർഗത്തിൽ. എന്താ ഒരുക്കി വെച്ചത്? എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ളതെല്ലാം ആണോ? അല്ല. ആഗ്രഹിക്കുന്നതെല്ലാം ആണോ? അല്ല. ആഗ്രഹിക്കുന്നതിന്റെ ഇരട്ടി അതാണ് അള്ളാഹ് ഒരുക്കി വെച്ചത്. അവസാനം സ്വർഗത്തിൽ കയറുന്ന ആളോടും അള്ളാഹ് പറയണത് ആഗ്രഹിച്ചോന്നാണ്. അയാൾ ആഗ്രഹിക്കുന്നതിന്റെ 50 ഇരട്ടിയാണ്. അയാളുടെ കപ്പാസിറ്റി ഉണ്ടല്ലോ, ആഗ്രഹിക്കാനുള്ള ഒരു കപ്പാസിറ്റി, അതിന്റെ 50 ഇരട്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ലാസ്റ്റ് സ്വർഗത്തിലേക്ക് വരുന്ന ആളുകൾ കൊടുക്കുന്നത്. നമ്മളൊക്കെ ഏറ്റവും ലാസ്റ്റ് സ്വർഗത്ത് പോണ ആൾക്കാരല്ല, നമ്മളൊക്കെ ആദ്യത്തിൽ സ്വർഗത്ത് പോണ ആൾക്കാരാണ്. നരകത്തിലേക്ക് കയറിയിട്ട് അവിടുത്തെ ചൂട് കൊണ്ട് കത്തി നശിച്ച് ശരീരം പിന്നെ വേദന അനുഭവിച്ച് പലതവണ തൊലി മാറ്റി നൽകി അങ്ങനെ സ്വർഗത്ത് പോണ ആൾക്കാരാണോ നമ്മൾ? അല്ല. ആദ്യഘട്ടത്തിൽ തന്നെ സ്വർഗത്ത് പോകേണ്ട ആൾക്കാരാണ്. അള്ളാഹു നമുക്ക് സ്വർഗം നൽകി സമ്മാനിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ഒരുക്കി വെച്ച സൗകര്യങ്ങൾ വളരെ വലുതാണ്. ഒരു ദിവസം നമ്മൾ പിന്നെ തീരുമാനിച്ചു, ഇന്ന് നമ്മൾ ഭക്ഷണം പുറത്തുനിന്നാണ്. അപ്പൊ വീട്ടില് ഭാര്യയ്ക്ക് സന്തോഷം, മക്കൾക്ക് സന്തോഷം, എല്ലാവർക്കും സന്തോഷം. പുറത്തു പോയൊരു ഭക്ഷണം കഴിക്കാം, പാത്രം കഴുകണ്ട, പിന്നെ അടുക്കള വൃത്തിയാക്കണ്ട, ഭക്ഷണം ഉണ്ടാക്കണ്ട. അതിന്റെ ഒരു ദിവസം ഒരു സന്തോഷം. കുറച്ച് ദിവസം നമ്മളൊന്ന് മാറി എവിടെയെങ്കിലും ഒന്ന് പോയി താമസിക്കുകയാണ് വെക്കേഷനിൽ, ഒരു സന്തോഷം, അല്ലേ? ആ സന്തോഷങ്ങൾ കുറേ ദിവസമായാലോ, 10 ദിവസമായാലോ, 20 ദിവസമായാലോ, ഒരു മാസമായാലോ, ഒരു വർഷമായാലോ ചടക്കൂലേ? മടുക്കും. ദുനിയാവിലെ ഏത് ആസ്വാദനവും എത്ര തന്നെ അത് അധികമായി കിട്ടിയാലും ഒരു ഹോട്ടലിൽ, 5 സ്റ്റാർ ഹോട്ടലിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടി താമസിക്കുകയാണ്, മടുക്കും. കുറച്ചു ദിവസം കഴിഞ്ഞാൽ മടുക്കും. എന്നാൽ സ്വർഗീയ അനുഭൂതികൾ, അല്ലേ? ചാരിയിരുന്ന് പഴങ്ങൾ പറിക്കാം, ആഗ്രഹിക്കുന്നതെന്തും തൊട്ടു മുന്നിൽ വരും, അല്ലേ? എന്താണോ വിചാരിക്കണത് അവിടെ ഉണ്ടാവും. പാലിന്റെ പുഴയുണ്ട്, തേനിന്റെ പുഴയുണ്ട്, കള്ളിന്റെ പുഴയുണ്ട്. നല്ല മികച്ച കുപ്പികളിൽ ഭദ്രമായി അടച്ചുവെച്ച മൂല്യമേറിയ മദ്യമുണ്ട്. കുടിച്ചാലിങ്ങനെ ആ ഓവുചാലിലൂടെ പിന്നെ നിരങ്ങിപ്പോകേണ്ട, ചീഞ്ഞളിഞ്ഞ് നടക്കേണ്ട അങ്ങനത്തെ മദ്യമല്ല, നല്ല ക്വാളിറ്റിയുള്ള മദ്യമുണ്ട്. ആർക്കാ കിട്ടുക? ദുനിയാവിൽ വെച്ച് ലഹരി നുണയില്ല എന്ന് തീരുമാനിച്ചവന്, ഞാനത് ഉപയോഗിക്കുകയില്ല എന്ന് ധൈര്യമായി തീരുമാനമെടുക്കുന്നവന്, ഞാൻ എൻ്റെ ജീവിതത്തിൽ അത് തൊട്ടിട്ടില്ല എന്ന് അഭിമാനപൂർവ്വം പറയാൻ കഴിയുന്നയാൾക്ക്, അവർക്കാണ് പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൗകര്യങ്ങൾ കൊടുക്കുന്നത്. ഇപ്പൊ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടോ? അബദ്ധത്തിൽ അതിൽ കുടുങ്ങിപ്പോയിട്ടുണ്ടോ? എന്തെങ്കിലും കാരണത്താൽ ആ ഒരു വഴിയെ നമ്മൾ തേടിയിട്ടുണ്ടോ? തൗബ ചെയ്ത് മടങ്ങാം, ആത്മാർത്ഥമായി മടങ്ങാൻ സാധിക്കാത്ത പ്രയാസമുണ്ടോ? കഴിയും.
ഉപയോഗിച്ചു പോയവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും, സംശയമൊന്നുമില്ല. പക്ഷെ ചില പരിക്കുകൾ ബാക്കിയുണ്ടാകും. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്യം നിരോധിച്ച സമയത്ത് സഹാബത്തിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത നിർദ്ദേശം, നിങ്ങൾ അതിനുപയോഗിച്ച പാത്രങ്ങളൊക്കെ നിങ്ങൾ ഉടച്ചു കളയണമെന്നാണ്, അത് ഒഴിവാക്കണമെന്നാണ്. അത് കാണുമ്പോൾ വീണ്ടും അതിലേക്ക് പോകാനുള്ള സാഹചര്യമുണ്ട് എന്നാണ്. അപ്പോ മാറാൻ കഴിയും. ചില പരിക്കുകൾ ബാക്കിയുണ്ടെങ്കിലും സമ്പൂർണമായി അത് ഒഴിവാക്കാൻ നമുക്ക് കഴിയും. വിചാരിച്ചിട്ട് കഴിയണില്ല, ഒഴിവാക്കാൻ കഴിയണില്ല, മറക്കാൻ ശ്രമിച്ചു, പക്ഷെ മനസ്സിന്ന് പോണില്ല, വീണ്ടും അതിലേക്ക് തന്നെ പോകുകയാണ്. അള്ളാഹ് നിഷിദ്ധമാക്കി ഏതൊരു വഴിയിൽ പ്രവേശിച്ചാലും അതിന്റെ ഒരു അനന്തരഫലം അതാണ്. അധാർമികതയുടെ ഒരു അനന്തരഫലമുണ്ട്. മനസ്സിന് ടെൻഷനാണ്. ആവശ്യമില്ലാത്ത ചില പണികൾ നമ്മുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട വിഷയമല്ല, എന്നിട്ടോ അത് നമ്മളായിട്ട് വെറുതെ തലയിൽ ഏറ്റെടുക്കുക. എന്താ, നമ്മൾ ചെയ്യേണ്ട കാര്യമല്ല. ഒരു ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളമോ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളമോ അവരുടെ വിവാഹത്തിനുള്ള വ്യക്തിയെ കണ്ടെത്തേണ്ടതിന്റെ പണി, ചുമതല അള്ളാഹ് അവരെ ഏൽപ്പിച്ചിട്ടില്ല. അത് മാതാപിതാക്കളെ ഏൽപ്പിച്ച പണിയാണ്. ഓരോരു ഭംഗിയായി ചെയ്തോളും എന്ന് വിചാരിക്കുന്നതിന് പകരം ഞാനായിട്ട് തെരഞ്ഞെടുക്കുക, എന്നിട്ടോ അതിന്റെ ദുരന്തങ്ങൾ അനുഭവിക്കുക, അവനിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുക, എന്നിട്ടോ അവസാനം അതിന്റെ പേരിൽ ടെൻഷനാവുക, പിന്നെയോ ഉപദ്രവങ്ങൾ ഉണ്ടാവുകയാണ്, പിന്നെയോ അതിനുശേഷം അത് ഒഴിവാകാൻ ശ്രമിക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്, കൊലപാതകങ്ങൾ ഉണ്ടാവുകയാണ്. എന്തെല്ലാം സമൂഹത്തിൽ നടക്കണം. പ്രിയമുള്ളവരെ, അതിലേക്കുള്ള വഴി നമ്മൾ ഗൗരവത്തിൽ കാണാം. അഡിക്ഷന്റെ എല്ലാ മാർഗങ്ങളെയും നമ്മൾ ഗുരുതരമായി കാണാം. തിന്മയായ ഒരു വഴിയിലേക്കും ഞാൻ പ്രവേശിക്കുകയില്ല എന്ന് തീരുമാനിക്കുക. ഉപദേശിക്കുന്ന ആളുകളോട് ഖതീബ് ഖുത്ബയിൽ സൂചിപ്പിക്കുമ്പോൾ, പിന്നെ മാതാപിതാക്കൾ വീട്ടിൽ നിന്ന് സംസാരിക്കുമ്പോൾ ആ ഉപദേശങ്ങളോട്, നന്മയായ സംസാരങ്ങളോട് നമ്മുടെ സമീപനം എന്താണ് വേണ്ടത്? അവരൊക്കെ കാലം തിരിയാത്തവരാണെന്ന് വിചാരിക്കുകയാണോ വേണ്ടത്? പ്രസംഗത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ അതൊക്കെ പഴമക്കാർക്ക് പറഞ്ഞതാണ്, എനിക്ക് പറ്റിയതല്ല എന്ന് വിചാരിക്കുകയാണോ വേണ്ടത്? അല്ല, ഉപദേശങ്ങൾക്ക് അതിൻ്റെതായ പ്രാധാന്യം കൊടുത്ത്, അതിൻ്റെതായ വില കൊടുത്ത്, ഇത് അള്ളാഹുവിന്റെ നിർദ്ദേശമാണ്, റസൂലുള്ളാഹിയുടെ സന്ദേശമാണ് എന്ന് വിചാരിച്ചത് സ്വീകരിക്കാനുള്ള ശ്രമമാണ് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവേണ്ടത്. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുചരൻ റബീഅ റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കുന്നുണ്ട്, റബീഅ നിനക്ക് എന്താണ് വേണ്ടത്? അപ്പൊ റബീഅ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിചാരകനാണ്. അദ്ദേഹം സ്വന്തമായി ആ പണി തെരഞ്ഞെടുത്തയാളാണ്. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സേവനം ചെയ്തോളാം എന്ന് സ്വയം തീരുമാനിച്ച് അദ്ദേഹം വന്നതാണ്. രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നബിയുടെ വീടിന്റെ ഉമ്മറപ്പടിയിൽ അദ്ദേഹം ഉണ്ടാകും. എന്തിനാണ്? രാത്രി ഉറക്കമുണർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വുളുവെടുക്കാനുള്ള വെള്ളമെടുത്തു കൊടുക്കാൻ അദ്ദേഹം നിൽക്കുകയാണ്. അപ്പോഴാണ് അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്, റബീഅ സൽ, നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചോ? അപ്പൊ റബീഅ റളിയല്ലാഹു തആല അൻഹുവിന് എന്തും ചോദിക്കായിരുന്നു. പാവപ്പെട്ടവനാണ് അദ്ദേഹം, സമ്പത്തില്ലാത്തവനാണ്, ആവശ്യങ്ങൾ പലതുമുണ്ട്. പക്ഷേ അപ്പോഴും അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചത്, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന എന്ന, സ്വർഗത്തിൽ അങ്ങയോടൊപ്പമുള്ള സഹവാസമാണ് തിരുദൂതരെ ഞാൻ താങ്കളോട് ആവശ്യപ്പെടുന്നത്. റബീഅയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതല്ലാത്ത വേറെ എന്താ നിനക്ക് ചോദിക്കാനുള്ളത്? അപ്പൊ ചോദിച്ചതെന്തും കൊടുക്കാൻ പ്രാപ്തിയുള്ള അള്ളാഹുവിന്റെ ദൂതനാണ്. പക്ഷെ ആ ദൂതനോട് റബീഅ ചോദിച്ചത്, എനിക്ക് സ്വർഗം കിട്ടിയാൽ മതി എന്നാണ്. സ്വർഗം, നിങ്ങളോടൊപ്പം എനിക്ക് സ്വർഗം കിട്ടണം, അതായിരുന്നു ആഗ്രഹം. ജീവിതത്തിൽ സ്വർഗം എനിക്ക് നഷ്ടപ്പെടും എന്ന ഒരു തോന്നലുണ്ടാകുന്ന ഏതൊരു കാര്യത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ നരകമായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പകരമായി നമുക്ക് സമ്മാനിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഅയോട് ഒരിക്കൽ പറയുന്നുണ്ട്, റബീഅ നിനക്ക് കല്യാണം കഴിക്കണ്ടേ? റബീഅ നിനക്ക് കല്യാണം കഴിക്കണ്ടേ? അപ്പൊ റബീഅ പറഞ്ഞു, നബിയെ എനിക്ക് കല്യാണം കഴിക്കാൻ മാത്രം എൻ്റെ കയ്യിൽ സമ്പത്തില്ല. പിന്നെ ഞാൻ കല്യാണം കഴിച്ചാൽ നിങ്ങളോടുള്ള ബാധ്യത നിറവേറ്റാൻ, നിങ്ങൾക്ക് സേവനം ചെയ്യാൻ വിവാഹം എനിക്കൊരു തടസ്സമാകും, അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കണില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിച്ചു റബീഅയോട്, പിന്നെ ഇവിടെ ഇരിക്കൽ അല്പം കഴിഞ്ഞ് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റബീഅ പറഞ്ഞത്, ഞാൻ കണ്ടെത്തിയ പെൺകുട്ടിക്ക് കല്യാണം കഴിക്കാൻ പ്രായമായിട്ടില്ല, ഓക്ക് പ്രായമാകണവരെ ഞാൻ വെയിറ്റ് ചെയ്യാണെന്നല്ല.
ഞാൻ കണ്ടെത്തിയ പെൺകുട്ടിക്ക് പിന്നെ അവളുടെ വീട്ടുകാരിതുവരെ സമ്മതിച്ചിട്ടില്ല, ഒരു സമ്മതിക്കണത് വരെ ഞാൻ വെയിറ്റ് ചെയ്യാണ് എന്നല്ല റബിയ പറഞ്ഞത്. ന്യായമായ 2 കാരണങ്ങൾ. സമ്പത്തില്ല റസൂലെ. 2, നിങ്ങൾക്ക് സേവനം ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പൊ കല്യാണം കഴിച്ച നിങ്ങൾക്ക് സേവനം ചെയ്യാൻ എനിക്ക് കഴിയൂല. 2ഉം ന്യായമായ കാരണങ്ങൾ. എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബിയയോട് പിന്നെയും ചോദിച്ചു, റബിയ നീ കല്യാണം കഴിക്കണില്ലേ? അപ്പൊ റബിയ അപ്പോഴും പറഞ്ഞു, നിങ്ങൾക്ക് സേവനം ചെയ്യുന്നതിൽ നിന്ന് എനിക്കത് തടസ്സാകും, എനിക്ക് കല്യാണം കഴിക്കാൻ മാത്രം എൻ്റെ കയ്യിൽ പൈസ ഇല്ല. ന്യായമായ കാരണം റബിയ പറഞ്ഞിട്ടും അപ്പൊ റബിയയുടെ മനസ്സിലൊരു തോന്നല്, നോക്കൂ അള്ളാന്റെ റസൂലല്ലേ എന്നോട് കല്യാണം കഴിക്കേണ്ടതെന്ന് ചോദിക്കണത്, എന്നിട്ട് ഞാൻ കല്യാണം കഴിക്കണ്ടെന്ന് പറയുമ്പോ ഞാൻ അള്ളാന്റെ റസൂലിന്റെ കൽപ്പനക്കെതിരെ നിൽക്കുകയാണോ ചെയ്യുന്നത്? ആ ചിന്ത റബിയക്കുണ്ടായി. ആ ചിന്തയാണ് നമുക്കുണ്ടാവേണ്ടത്. മാതാപിതാക്കൾ ഒരു കാര്യം നമ്മളോട് പറയുമ്പോൾ, അധ്യാപകർ നമ്മളോടൊരു കാര്യം പറയുമ്പോൾ, പള്ളിയിൽ നിന്ന് ഖതീബ് നമ്മളോടൊരു കാര്യം പറയുമ്പോൾ, ഉപകാരപ്പെടുന്ന കാര്യമാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ ആ പറയുന്ന കാര്യത്തിന് നമ്മുടേതായ ന്യായങ്ങൾ പറഞ്ഞ്, കാരണങ്ങൾ പറഞ്ഞ് മാറി നിൽക്കുകയല്ല ചെയ്യണത്. അത് അള്ളാന്റെ കൽപ്പനയാണോ റസൂലുള്ളാന്റെ കൽപ്പനയാണോ? യാ മഅ്ശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫൽയതസവ്വജ്, റസൂലുള്ളാന്റെ കൽപ്പനയാണ്. യുവാക്കളെ, നിങ്ങൾക്ക് വിവാഹപ്രായം എത്തിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ 18 വയസ്സായാലും 21 വയസ്സായാലും എന്നല്ല, നിങ്ങൾക്ക് ബാഅത്ത് എത്തിക്കഴിഞ്ഞാൽ, ഒരു സ്ത്രീയെ ശാരീരികമായി സാമ്പത്തികമായി അവളെ നോക്കാനുള്ള പ്രാപ്തി എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ വിവാഹം ചെയ്യണമെന്നാണ് പുരുഷന്മാരുള്ള കൽപ്പന. അതിനി കുറെ കടമ്പകൾ കടന്നിട്ടാണ് അത് നടത്തേണ്ടതെന്നല്ല. സമ്പത്ത് കുറവാണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് യുഗ്നിഹിമുല്ലാഹു മിൻ ഫദ്ലിഹി, വിവാഹം കഴിച്ചോളൂ, അള്ളാഹ് നിങ്ങൾക്ക് അവന്റെ ഫദ്ലിൽ നിന്ന് നൽകുന്നതാണ്. സമ്പത്തില്ല എന്ന് പറഞ്ഞ് വിവാഹം വൈകിപ്പിക്കണ്ട എന്നാണ് പുരുഷന്മാരോട് പോലുമുള്ള നിർദ്ദേശം. ജോലി കിട്ടിയിട്ടില്ല, നല്ല വരുമാനമായിട്ടില്ല, ചെറിയ ജോലിയുള്ളൂ, കുറച്ച് വരുമാനമുള്ളൂ, അള്ളാഹ് നിങ്ങൾക്ക് വരുമാനം നൽകിക്കോളുന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അള്ളാഹ് നിങ്ങൾക്ക് വരുമാനം നൽകിക്കോളും. അതിനർത്ഥം യാതൊരുവിധ ഗതിയും ഇല്ലാത്ത, ജോലിക്ക് പോകാൻ മടിയുള്ള, ഒന്നിനൊരു താല്പര്യമില്ലാത്ത, പിന്നെ കുടുംബത്തിന് തന്നെ വലിയ ഭാരമായി നിൽക്കുന്ന ഒരു ചങ്ങായി എന്നോട് അള്ളാഹു കല്യാണം കഴിക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞ് വീട്ടിൽ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കണം എന്നല്ല. അതിന് കുറച്ച് അത്യാവശ്യം പിന്നെ കല്യാണം കഴിക്കണമെങ്കിലുള്ള ഒരു വിവേകവും ബുദ്ധിയും ഒക്കെ എത്തണം. അത് കുറച്ച് മാതാപിതാക്കൾക്കും അറിയാം. കുറച്ച് കഴിഞ്ഞോട്ടെ എന്ന് അവർ പറയുന്നത്, നിനക്കൊരു ജോലിയൊക്കെ ആയിക്കോട്ടെ എന്ന് പറയണതിന് അതിന് നമ്മൾ സീരിയസ് ആയി എടുക്കണം. അതിനുള്ള വരുമാനം കണ്ടെത്താനുള്ള വഴി കണ്ടെത്തണം. പക്ഷേ റബിയ റളിയല്ലാഹു തആല അൻഹു ഇതാ ചിന്തിച്ചത്. അള്ളാന്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാനത് എതിരെ നിൽക്കേ എന്ന് ചിന്തിക്കുകയാണ്. മാതാപിതാക്കളോട്, കുടുംബത്തിലെ ആളുകളോട് കല്യാണം കഴിക്കണം എന്ന് പറയുന്നവരോട്, കഴിക്കുന്നില്ലേ, പ്രായമായില്ലേ, അന്വേഷിക്കണ്ടേ എന്നൊക്കെ ചോദിക്കുന്നവരോട് പുതുതലമുറയിലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ദേഷ്യമാണ്, അവരോട് വെറുപ്പാണ് അല്ലേ? അവർ ചെയ്യുന്നത് അള്ളാന്റെ റസൂലിന്റെ കൽപ്പനക്കെതിരെ നിൽക്കലാണ്. റബിയ റളിയല്ലാഹു തആല അൻഹു മനസ്സിൽ തീരുമാനിച്ചു, അടുത്ത പ്രാവശ്യം റസൂലുള്ളാഹി എന്നോട് ഇത് ചോദിച്ചാൽ ഞാൻ എന്തായാലും ഓക്കെ പറയുമെന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമതും ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അതെ ഞാൻ കല്യാണം കഴിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാരികളുടെ കുടുംബത്തിലേക്ക് പറഞ്ഞയക്കുന്നു. അവിടെ നിന്ന് ഇന്ന വ്യക്തിയുടെ മകളെ നിനക്ക് കല്യാണം കഴിച്ചു തരണമെന്ന് അദ്ദേഹത്തോട് പോയി പറയണം എന്ന് പറയുന്നു. അദ്ദേഹത്തോട് പോയി പറയുന്നു, വിവാഹം ചെയ്തു കൊടുക്കുന്നു. ഇതാണ് റബിയ റളിയല്ലാഹു തആല അൻഹയുടെ ജീവിതത്തിലുള്ള അനുഭവം. നമുക്ക് അള്ളാന്റെ കൽപ്പനകളോട്, റസൂലുള്ളാഹിയുടെ കൽപ്പനകളോട് ഞാൻ ഒരു കാരണവശാലും അതിനെതിരെ നിൽക്കുകയില്ല എന്ന് ഏത് കൽപ്പനകളുടെ കാര്യത്തിലും നമുക്ക് സ്വീകരിക്കാൻ സാധിച്ചാൽ അത് നമ്മുടെ ഇരുലോക ജീവിതത്തിലും ഗുണകരമായി തീരും. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ നന്മകളിലും സജീവമാകാനും തിന്മകളിൽ നിന്ന് പരമാവധി വിട്ടുനിൽക്കാനും നമുക്ക് അനുഗ്രഹം പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ മറ്റുള്ളവരോട് നന്മ പറയുന്നതിൽ നിന്ന് വിട്ടുനിന്ന് കഴിഞ്ഞാൽ, തിന്മ വിലക്കുന്നതിൽ നിന്ന് വിട്ടുനിന്ന് കഴിഞ്ഞാൽ അത് ഗുരുതരമായ പ്രശ്നമാണ്. സമൂഹത്തിൽ തിന്മ വിരോധിക്കുന്ന ആളുകൾ, നന്മയിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾ അവരുണ്ടായിക്കൊണ്ടേയിരിക്കണം.
ആളുകൾ ആക്ഷേപിക്കുന്നു, പറയുന്ന കാര്യങ്ങൾക്ക് വില കൊടുക്കുന്നില്ല എന്ന് വിചാരിച്ച്, അത് പറഞ്ഞാൽ സ്വീകരിക്കപ്പെടില്ല എന്ന് വിചാരിച്ച്, അത് പറയുന്നത് ആളുകൾക്ക് ഇഷ്ടമില്ല എന്ന് വിചാരിച്ച് ആ വിഷയം നമ്മൾ പറയാതിരിക്കാൻ പറ്റൂല. മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർഹു ബിയദിഹി. നമ്മളൊരു തിന്മ കണ്ടാൽ ആ തിന്മ കൈകൊണ്ട് തന്നെ തടയണം എന്നത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ കാര്യമാണ്. കൈകൊണ്ട് തടയാൻ സാധിക്കാത്ത മേഖലകളിൽ നാവുകൊണ്ട് തടയണം. നാവുകൊണ്ടും തടയാൻ സാധിക്കാത്ത മേഖലകളിൽ ഹൃദയം കൊണ്ട് ആ തിന്മയെ വെറുക്കണം. ഇന്ന് പല തിന്മകളും നമുക്ക് തിന്മയല്ലാതായി തോന്നാൻ മാത്രം ആ തിന്മകൾ നോർമലൈസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതൊരു ചെറിയ കാര്യമായി തോന്നുക. ബസ് സ്റ്റാൻഡുകളിൽ ഏതെങ്കിലും മൂലയിലിരുന്ന് സ്കൂൾ വിദ്യാർത്ഥികൾ അവര് മറ പിടിച്ചിരുന്ന് ഒപ്പമിരിക്കുന്നതും സല്ലപിക്കുന്നതും കൈകൾ പിടിക്കുന്നതും അവർ ബെഡ്റൂമിൽ മാത്രം ചെയ്യേണ്ട കാര്യങ്ങൾ പോലും ബസ് സ്റ്റാൻഡിലിരുന്ന് ചെയ്യുന്നതും അതൊരു തെറ്റല്ല എന്നതിലേക്ക് നമ്മുടെ മനസ്സ് മാറിപ്പോവുകയാണ്. ബൈക്കിൽ ക്യാമ്പസ് വിദ്യാർത്ഥികൾ അവര് ഒരുമിച്ചിരുന്ന് യാത്ര പോകുന്നത്, ആണും പെണ്ണും ഒപ്പം ഇരിക്കുന്നത് തെറ്റല്ല എന്നതിലേക്ക് അവരുടെ മനസ്സ് തോന്നുകയാണ്. ഒപ്പം ഒരു ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ ഒരേ ബെഞ്ചിൽ ഒപ്പം ഇരിക്കുന്നത് പ്രശ്നമല്ല എന്ന് തോന്നുകയാണ്. അല്ലേ? എപ്പോഴാണ് നമുക്ക് പ്രശ്നവും പ്രശ്നമല്ലാത്ത അതും തീരുമാനിക്കേണ്ടത്? ആളുകൾക്കിടയിൽ അത് വ്യാപകമായിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടാണോ? അല്ല, അള്ളാഹുവും റസൂലും ആ വിഷയത്തിൽ എന്താ പറഞ്ഞത് അതാണ് പ്രശ്നം. പ്രശ്നമല്ലാത്തത് ഏതാ? അള്ളാഹു റസൂലും വിലക്കാത്ത കാര്യങ്ങൾ അത് പ്രശ്നമല്ലാത്തതാണ്. അല്ലേ? ജീവിതത്തിൽ ഒരുപാട് തിന്മകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കാലങ്ങൾ കഴിയുമ്പോൾ അത് തിന്മയല്ലാതായി തോന്നിക്കൊണ്ടിരിക്കുകയാണ്. സ്വഹാബത്ത് താബിഈങ്ങളെ പറ്റി പറയാണ്, ഞങ്ങൾ ഗൗരവമായി കണ്ടിരുന്ന ചില തിന്മകൾ നിങ്ങൾ മുടിയെപ്പോലെ വളരെ നിസ്സാരമായിട്ടാണ് കാണുന്നത്. അപ്പൊ ചില തിന്മകൾ വീട്ടിലിരുന്ന് കുട്ടികളെല്ലാവരും പിന്നെ അശ്ലീല വസ്ത്രങ്ങൾ ധരിച്ച് ഡാൻസ് ചെയ്യുന്ന വീഡിയോകൾ കാണുന്നത്, അതിരുന്ന് വല്യുമ്മമാർ വീട്ടിലിരുന്ന് അത് ദർശിക്കാണ്, കാണുകയാണ്. എന്നിട്ട് വല്യുമ്മമാരിരുന്ന് കാണുന്നത് അത് വീഡിയോ എടുത്തിട്ട് അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയാണ്. അല്ലെ? വല്യുമ്മമാരും വല്യുപ്പമാരും വിവാഹരംഗത്ത് നടക്കുന്ന ആഭാസങ്ങൾക്കെതിരെ, വീട്ടിൽ നടക്കുന്ന തോന്യാസങ്ങൾക്കെതിരെ ശബ്ദിക്കാതിരുന്നാൽ, അതിനെതിരെ പ്രതികരിക്കാതിരുന്നാൽ, ഞാനത് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമാകില്ല എന്ന് വിചാരിച്ച് മിണ്ടാതിരുന്നാൽ ഈ സമൂഹം നശിച്ചു പോകുന്നതിന്റെ ഉത്തരവാദിത്തത്തിൽ നമ്മളും ഉണ്ടാവും. അതുകൊണ്ട് സമൂഹത്തിലുള്ള തിന്മകൾ, വീട്ടിലുള്ള തിന്മകൾ, കുടുംബത്തിലുള്ള തിന്മകൾ അത് അധികരിച്ച് മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ നമ്മൾ നമ്മുടേതായ രൂപത്തിലുള്ള ഉപദേശങ്ങൾ വേണം. ഫദക്കിർ, നീ ഉത്ബോധനം നടത്തണം എന്നാണ്. ഫദക്കിർ, ഉത്ബോധനം നടക്കണം, ഉപദേശം നടത്തണം എന്നുള്ളത് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശം. നമ്മുടെ കുടുംബത്തിലുള്ള, നമ്മുടെ നാട്ടിലുള്ള, നമ്മുടെ സമൂഹത്തിലുള്ള മോശപ്പെട്ട അവസ്ഥയിൽ ജീവിത സാഹചര്യങ്ങളുള്ള തെറ്റായ വഴിയിലേക്ക് സഞ്ചരിക്കാൻ സാധ്യതയുള്ള ഒരവസ്ഥയിൽ നമ്മുടെ വിദ്യാർത്ഥികളെ എല്ലാവരെയും നമ്മൾ ഒരുമിച്ച് കൂട്ടിയിട്ട് അവർക്ക് നന്മയുടെ പാഠങ്ങൾ പകർന്നു കൊടുക്കാൻ വേണ്ടി വിസ്ഡം സ്റ്റുഡൻസ് സംഘടിപ്പിക്കുന്ന ഒരു കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് മെയ് 11 പെരിന്തൽമണ്ണയിൽ വെച്ച് നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ മക്കളെല്ലാവരും 8ാം ക്ലാസ് മുതൽ പിന്നെ ഇനി ഡിഗ്രിയും PGയും അതിൻ്റെ മുകളിലൊക്കെ പഠിക്കുന്ന എല്ലാ കുട്ടികളും ആ സമ്മേളനത്തിൽ ഉണ്ടാകണം. അതിന് രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്ത് അതിൽ പങ്കെടുക്കണം. കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് എന്ന വെബ്സൈറ്റ് വഴി അതിന് രജിസ്റ്റർ ചെയ്യാം. ഇവിടെ അതിൻ്റെ രജിസ്ട്രേഷൻ്റെ സംവിധാനമുണ്ട്, ഇവിടുത്തെ വാഹന സൗകര്യങ്ങളുണ്ട്. അത് ഉപയോഗപ്പെടുത്തി ആ സമ്മേളനത്തിലേക്ക് എത്തണം എന്ന് ഓർമ്മപ്പെടുത്താണ്. സൊല്യൂഷൻ എന്ന പേരിൽ നമ്മുടെ വിവിധ പ്രശ്നങ്ങൾക്കുള്ള, കുടുംബ പ്രശ്നങ്ങൾക്ക്, മാനസിക പ്രശ്നങ്ങൾക്ക്, അഡിക്ഷനുകൾക്കും ഒക്കെ പരിഹാരം നിർദ്ദേശിക്കുന്ന ഒരു മനോഹരമായ വൈജ്ഞാനിക പ്രദർശനം, നമ്മുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള അവസരങ്ങളടക്കം കുട്ടികൾക്ക് സയൻസ് പിന്നെ എക്സ്പെരിമെന്റുകൾ കാണിച്ചു കൊടുക്കുന്ന, എഞ്ചിനീയറിംഗ് സ്കില്ല് പഠിപ്പിച്ചു കൊടുക്കുന്ന, കാലിഗ്രാഫി പോലുള്ള കരകൗശല പിന്നെ വിദ്യകൾ, അതിലുള്ള അവരുടെ കഴിവുകൾ വളർത്താനുള്ള അവസരങ്ങൾ അടക്കമുള്ള മനോഹരമായ ഒരു പ്രദർശനം 6-ാം തീയതി മുതൽ 10-ാം തീയതി വരെ പെരിന്തൽമണ്ണയിൽ വെച്ച് നടക്കുന്നുണ്ട്. അതിൽ നമ്മളും നമ്മുടെ കുടുംബങ്ങളും പങ്കെടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ മെയ് 5-ാം തീയതി മഞ്ചേരി സഭാ ഹാളിൽ വെച്ച് റഫീഖ് സലഫിയുടെ പിന്നെ കുടുംബ വിജ്ഞാന വേദിയുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് വൈകുന്നേരം മെളയൂരിൽ വെച്ച് TK അഷ്റഫ് സാഹിബ് പ്രഭാഷണം നിർവഹിക്കുന്നുണ്ട് 7 മണിക്ക്. അതിലും നമ്മുടെ പങ്കാളിത്തം ഉണ്ടാകണം. ഇപ്പോൾ തന്നെ നമ്മൾ തീരുമാനമെടുക്കേണ്ട ഒരു വിഷയം, നോമ്പ് കഴിഞ്ഞു, പെരുന്നാളും കഴിഞ്ഞു, ഇപ്പം തന്നെ അടുത്ത പെരുന്നാളിനുള്ള സമയമായി, ഒരുക്കായി. അപ്പോൾ ആ ഒരുക്കത്തിൽ ഏറ്റവും പ്രധാനമുള്ള കാര്യം നമ്മൾ ഉളുഹിയ്യത്തിന് വേണ്ടി തയ്യാറാകുക എന്നുള്ളതാണ്. ഒരൊറ്റ ഉരുവിനെ സ്വന്തമായി വാങ്ങാൻ കഴിയുന്ന ആളുണ്ടെങ്കിൽ ഒരു ഉരുവിനെ സ്വന്തമായി വാങ്ങാം. 2 ആളുകൾ ചേർന്ന് വാങ്ങാൻ കഴിയുമെങ്കിൽ 2 ആളുകൾ ചേർന്ന് വാങ്ങാം. 3 ആളുകൾ ചേർന്ന് വാങ്ങാൻ കഴിയുമെങ്കിൽ 3 ആൾ ചേർന്ന് വാങ്ങാം. ഇനി അങ്ങനെയൊന്നും കഴിയില്ല,
ഒരു 7 ആളുകൾ ചേർന്നിട്ട് വാങ്ങാൻ കഴിയോ? അങ്ങനെയാണെങ്കിൽ 7 ആളുകൾ ചേർന്ന് വാങ്ങാം. അപ്പോൾ നമ്മൾ തന്നെ 7 ആളുകളെ കണ്ടെത്തി നമ്മൾ വാങ്ങുകയാണെങ്കിൽ അങ്ങനെ വാങ്ങാം. ഈ പള്ളിയിൽ അതിന് വ്യവസ്ഥാപിതമായൊരു സൗകര്യമുണ്ട്. അപ്പോൾ അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടാവും 10,000 രൂപ ഒരു ഷെയർ. അപ്പം ഞാനൊരു 10,000 രൂപയാണ് കൊടുക്കേണ്ടത് എന്നല്ല നമ്മൾ വിചാരിക്കേണ്ടത്. എനിക്ക് ഒറ്റക്കൊരു രൂപ അറക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റക്കാണ് ഇറക്കേണ്ടത്. എനിക്ക് ഒറ്റക്ക് കഴിയെങ്കിൽ ഒറ്റക്ക് ഇറക്കേണ്ടത്. കഴിയാത്തവരാണ് ഈ 10,000-ൽ ചേരേണ്ടത്. 2 ആൾ ചേർന്ന് കഴിഞ്ഞാൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഒരു 10,000 കൊടുക്കല്ലേ വേണ്ടത്. ഒരു 10,000 കൊടുത്തു ഉദ്ഹിയ്യത്തിൽ പങ്കെടുക്കാൻ കഴിയണവരൊക്കെ പങ്കെടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പിന്നെ മൻ കാന ലഹു സഅ, കഴിവുണ്ടായി, എന്നിട്ട് ഫലം യുദഹി, എന്നിട്ട് ഉദ്ഹിയ്യത്ത് അർത്തില, അങ്ങനെയാണെങ്കിൽ ഫല യഖറബന്ന മുസല്ലാന, അവൻ നമ്മുടെ മുസല്ലയിലേക്ക് വരണ്ട എന്ന റസൂലുള്ളാഹി പറഞ്ഞു. അപ്പോൾ നമുക്ക് കഴിവുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടത് നമ്മൾ തന്നെയാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് നമ്മുടെ പള്ളിയുടെ കളക്ഷൻ, നമ്മുടെ ഈ പള്ളിയുടെ ചെലവിലേക്ക് വേണ്ടിയായിരിക്കും ബക്കറ്റ് കളക്ഷൻ എന്നുകൂടി ഓർമ്മപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും അവൻ്റെ ഉന്നതമായ സ്വർഗ്ഗലോകത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ജീവിതത്തിൽ ചെയ്തു പോയിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. കടങ്ങൾ അല്ലാഹു വീട്ടി തരുമാറാകട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കി തരുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ കാരണങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ അല്ലാഹുവിന്റെ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ അല്ലാഹു ഏവർക്കും മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവനോടുകൂടിയിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه وسلم. أقيموا الصلاة.